ഹലോ, ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചെമ്മീനും മുരിങ്ങാക്കോലിൻ്റെ ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായി കറി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 600 ഗ്രാമോളം വരുന്ന മീഡിയം സൈസ് ചെമ്മീനാണ് കഴുകി വൃത്തിയാക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ചെമ്മീനിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 2 വലിയ മുരിങ്ങാക്കോൽ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 മീഡിയം സൈസ് പച്ചമാങ്ങ തൊലി കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു അരപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം സവാളയും ഇതുപോലെ 10-12 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളക്ക് പകരം ചെറിയ ഉള്ളി എടുത്താലും മതി കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. ഇനി ഈ ഒരു അരപ്പ് വേവിച്ച് വെച്ച ചെമ്മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ മിക്സിയുടെ ജാറിൽ തന്നെ 1 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കറിയിലേക്ക് ഒഴിക്കാനുള്ള വറവിനായിട്ട് ഇത് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയതാണ്. അതിലേക്ക് 2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പകുതി സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലെ സവാളക്ക് പകരം നിങ്ങൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് സവാള എടുത്തത്. ഇനി ഇതിലെ സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരിക്കലും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മുടെ ഈ വറവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ചേർത്ത് കൊടുത്ത മുരിങ്ങാക്കോല് ഒന്നും വെന്തുടഞ്ഞു പോയിട്ടില്ല. എല്ലാം കറക്റ്റ് പാകത്തിനാണ്. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ട്രഡീഷണൽ കറിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ. ബൈ.